ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സെറോദയിൽ എങ്ങനെയാണ് ഒരു നിഫ്റ്റി ബീസ് വാങ്ങുന്നതെന്നും അതെങ്ങനെയാണ് പ്ലഡ്ജ് ചെയ്യുന്നതെന്നും നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലോഗിൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ലിക്വിഡ് ബീസ് എന്ന് സെർച്ച് ചെയ്യണം. ലിക്വിഡ് ബീസ്, ലിക്വിഡ് ബീസ് അല്ല, നിഫ്റ്റി ബീസ് ആണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. സോ നിഫ്റ്റി ബീസ് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിഫ്റ്റി ബീസ് വന്നു. അതിൽ തന്നെ നിഫ്റ്റി ബീസ് ഏതാണ് നമ്മൾ വാങ്ങേണ്ടത്? നിഫ്റ്റി ബീസ് നിപ്പോൺ ഇന്ത്യയുടെ നിഫ്റ്റി ബീസ് ആണ് നമ്മൾ വാങ്ങേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ കാണുന്ന ETF ഫണ്ട് അല്ല, രണ്ടാമത് കാണുന്ന ETF ഫണ്ട് നിപ്പോൺ ഇന്ത്യ ETF നിഫ്റ്റി ബീസ്. നിപ്പോൺ ഇന്ത്യ ETF നിഫ്റ്റി ബീസ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിരുന്നു. കറണ്ട് പ്രൈസ് 166 രൂപ 50 പൈസയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നോർമലി ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുന്നത് പോലെ തന്നെ ബൈ കൊടുക്കണം. അത് ഇൻട്രാഡേയിലല്ല, ലോങ് ടൈം തന്നെ ബൈ കൊടുക്കണം. എത്ര ക്വാണ്ടിറ്റി ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റി എഴുതി കൊടുക്കണം. ദെൻ മാർക്കറ്റ് ഓർഡറോ ലിമിറ്റ് ഓർഡറോ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക. മാർക്കറ്റ് ഓർഡർ ലിമിറ്റ്, ഇപ്പോൾ ഒരു 1000 ക്വാണ്ടിറ്റി ആണെങ്കിൽ 1000 ക്വാണ്ടിറ്റി എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ 65 ഞാൻ ഒരു കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കുകയാണ്. 166, 166, 165 കിട്ടുമെന്ന് പറയാൻ വേണ്ടി നിങ്ങൾക്ക് മാർക്കറ്റ് ഓർഡറിൽ അത് ബൈ ചെയ്യാവുന്നതാണ്. എത്ര ക്വാണ്ടിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ക്വാണ്ടിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓർഡേഴ്സിൽ പോയിട്ട് അത് അവിടെ എക്സിക്യൂട്ട് ആവുക ചെയ്യുക. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 1000 ക്വാണ്ടിറ്റി ബൈ ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ 2-3 ദിവസം മുമ്പാണ് ബൈ ചെയ്തത് 1000 ക്വാണ്ടിറ്റി. അന്ന് ഞാൻ ആവറേജ് കോസ്റ്റ് 164 രൂപയ്ക്കാണ് ബൈ ചെയ്തത്. സോ ഓൾറെഡി ഇന്ന് പ്രൈസ് കൂടി 166.5 ആയിട്ടുണ്ട്. സോ ഓൾറെഡി നമുക്ക് 2377 രൂപയുടെ പ്രോഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. 1%, 1.5% പ്രോഫിറ്റ് ഓൾറെഡി നമ്മൾ 1000 നിഫ്റ്റി ബീസിൽ കിട്ടിയിട്ടുണ്ട്. സോ ഇത് നമ്മൾ എങ്ങനെയാണ് പ്ലഡ്ജ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ അനലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് നമ്മുടെ കൺസോളിലേക്ക് പോകാനായിട്ട് പറ്റും. സോ നമ്മുടെ കൺസോളിൽ ചെന്നിട്ട് നമ്മൾ കൺസോളിൽ പോർട്ട്ഫോളിയോ ക്ലിക്ക് ചെയ്ത് ഹോൾഡിങ്സ് എടുക്കുക. സോ അപ്പൊ നമുക്ക് എന്ത് പറ്റും? നമുക്ക് ഇവിടെ നമ്മുടെ നിഫ്റ്റി ബീസിനെ കാണാൻ പറ്റും. ഹോൾഡിങ്ങിലുള്ള നിഫ്റ്റി ബീസിനെ കാണാൻ പറ്റും. ഇതിന്റെ അകത്ത് ഈ ഓപ്ഷൻസിന്റെ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്ലഡ്ജ് ഫോർ മാർജിൻ എന്ന് പറയുന്ന ഒരു മെനു വന്നേക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ ചെയ്ത പോർട്ട്ഫോളിയോ എടുത്തു, ഹോൾഡിംഗ് എടുത്തു. അതിനുശേഷം നമ്മുടെ കയ്യിലിരിക്കുന്ന ഹോൾഡിങ്സ് സ്റ്റോക്ക് ആണെങ്കിലോ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലോ ഒക്കെ ഇങ്ങനെ തന്നെ കാണിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക, പ്ലഡ്ജ് ഫോർ മാർജിൻ. പ്ലഡ്ജ് ഫോർ മാർജിൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നമുക്ക് എന്ത് കാണിക്കുന്നുണ്ട്? ഹെയർ കട്ട് 11% കുറയും. 166 രൂപ ഉണ്ട് എങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടത്തുള്ളൂ? 148 രൂപയെ കിട്ടത്തുള്ളൂ. സോ നമ്മുടെ കയ്യിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? നമ്മുടെ 1000 ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ നമ്മുടെ കയ്യിലുള്ള 1000 ക്വാണ്ടിറ്റി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എത്ര ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ടോ അത്ര ക്വാണ്ടിറ്റി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ പ്ലഡ്ജ് റിക്വസ്റ്റ് ഫോർ നിഫ്റ്റി ബീസ് സക്സസ്ഫുൾ ആയിട്ട് നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ നമ്മുടെ നിഫ്റ്റി ബീസ് 1000 ക്വാണ്ടിറ്റി ഇവിടെ ലോക്ക് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സെറോദയില് അവിടെ ഒരു പ്ലഡ്ജ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇതുപോലൊരു മെയിലാണ്. മാർജിൻ പ്ലഡ്ജ് വെരിഫിക്കേഷൻ ഫ്രം CDSL നിന്ന് നമുക്ക് ഒരു മെയിൽ കിട്ടും. നമ്മൾ ആ മെയിൽ ക്ലിക്ക് ചെയ്യുക. മാർജിൻ പ്ലഡ്ജ് എന്നായിരിക്കും അതിന്റെ നെയിം, വെരിഫിക്കേഷൻ ഓഫ് മാർജിൻ പ്ലഡ്ജ്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ മെയിൽ കാണാം. നമുക്ക് നമ്മുടെ DP അക്കൗണ്ട് നമ്പർ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കൈൻഡ്ലി ക്ലിക്ക് ഓൺ ദ given link and verify and authenticate margin pledge transaction by generating OTP through generate OTP option. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ OTP അടിച്ചു കൊടുത്ത് അപ്രൂവൽ മേടിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ പ്ലഡ്ജ് കിട്ടത്തുള്ളൂ. ഓക്കെ, നമ്മൾ ആ ലിങ്കുമ്പോൾ ക്ലിക്ക് ചെയ്തു. OTP ജനറേറ്റ് ചെയ്യേണ്ട ഓപ്ഷനിലേക്കാണ് പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പാൻ കാർഡ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ പാൻ കാർഡ് നമ്പർ നമ്മൾ സബ്മിറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം? നമ്മൾ അടിച്ചതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. സോ നമ്മുടെ മാർജിൻ റിക്വസ്റ്റ് 1000 ക്വാണ്ടിറ്റി നിഫ്റ്റി ബീസ് ആണെന്നുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. സോ ഇത് നമ്മൾ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഓപ്ഷൻ വരും. ദെൻ ജനറേറ്റ് OTP എന്ന് പറയുന്ന മെനുവിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലോ നമ്മുടെ മെയിലിലോ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ OTP നമുക്ക് മെയിലായിട്ട് വരും. അതിനുശേഷം ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ അപ്രൂവൽ മേടിച്ചാൽ മാത്രം മതി. ഓക്കെ, വേറെ പ്രോസസ്സുകൾ ഒന്നും ബാക്കിയില്ല. അപ്പോൾ അത്രയും ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മാർജിൻ പ്ലഡ്ജിങ്. ഓക്കെ, സോ എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്, എനിക്ക് SMS വന്നു. ഞാനത് സബ്മിറ്റ് ചെയ്തു.
സോ ലോഡിംഗ് ആണ്, സബ്മിഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ അവിടെ സക്സസ്ഫുൾ എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് കാണിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ പ്ലഡ്ജ് ട്രാൻസാക്ഷൻ വെരിഫൈഡ് ആൻഡ് സക്സസ്ഫുള്ളി. ഇത്രയേ ഉള്ളൂ ഒരു പ്രോസസ്സ്. സെറോദയിൽ എങ്ങനെ നിഫ്റ്റി പീസ് വാങ്ങാമെന്നും പ്ലഡ്ജ് ചെയ്യാമെന്നും നിങ്ങൾ ഇപ്പോൾ പഠിച്ചു.